ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഗുണകരമായ മാറ്റങ്ങൾക്ക് വിധേയമായതായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2047 വികസിത ഭാരതം ലക്ഷ്യം. PM ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ, 3 പുതിയ റെയിൽവേ കോറിഡോറുകൾ, സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനായി പ്രത്യേക വാക്സിൻ, 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിൽ മാറ്റമില്ല. പുതിയ നികുതി നിർദ്ദേശങ്ങളുമില്ല. ആദായ നികുതി പരിധിയിൽ മാറ്റമില്ല. അടുത്ത സാമ്പത്തിക വർഷത്തെ ധനക്കമ്മി 5.1% നിജപ്പെടുത്താനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. പഞ്ചസാരയ്ക്കുള്ള അന്ത്യോദയ അന്ന സബ്സിഡി 2 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വാർത്തകൾ വിശദമായി. 2047 ഭാരതത്തെ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സാമൂഹിക നീതി എന്ന ഫലപ്രദവും ആവശ്യം വേണ്ടതുമായ ഭരണ മാതൃകയാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നത്. അർഹതപ്പെട്ട എല്ലാവർക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ ഭരണപരമായ സുതാര്യത കൊണ്ടുവരാനും അഴിമതി ഇല്ലാതാക്കാനും സാധിക്കുന്നു. അസമത്വം ഇല്ലാതാകുന്നതിലൂടെ സാമൂഹിക സാമ്പത്തിക പരിവർത്തനം സാധ്യമാക്കാനും കഴിയുന്നു. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവജനങ്ങൾ, കർഷകർ എന്നീ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കാൻ കഴിഞ്ഞതായും ധനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഗുണകരമായ മാറ്റങ്ങൾക്ക് വിധേയമായതായി ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2014 രാജ്യം വലിയ പ്രതിസന്ധികളെ നേരിട്ടിരുന്നു. ഘടനാപരവും ജനകേന്ദ്രീകൃതവുമായ പരിഷ്കരണങ്ങൾ, ഉപജീവനവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ എന്നിവയിലൂടെ സർക്കാർ അവയെ മറികടന്നു. വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്കെത്തിയെന്നും രാജ്യത്തിന് പുതിയ ലക്ഷ്യവും പ്രതീക്ഷയും കൈവന്നുവെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെട്ടതും ആരോഗ്യകരവുമായ അവസ്ഥയിലാണെന്ന് ധനമന്ത്രി അറിയിച്ചു. സമ്പദ്വ്യവസ്ഥയുടെ സ്ഥിരത, ഉയർന്ന നിക്ഷേപങ്ങൾ, ഉയർന്ന ശരാശരി വരുമാനം എന്നിവ കൈവരിക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനുമായി. പുതിയൊരു ലോകക്രമം ഉരുത്തിരിഞ്ഞു വരികയാണെന്നും ആഗോള പ്രശ്നങ്ങളിൽ സമവായമുണ്ടാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്നും ധനമന്ത്രി പറഞ്ഞു. G20 അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന വേളയിൽ അഭിമുഖീകരിച്ചിരുന്ന വിവിധ പ്രശ്നങ്ങളിൽ ലോകത്തിന് വഴി കാണിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു. അടുത്തിടെ പ്രഖ്യാപിച്ച മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഭാവിയിൽ ഇന്ത്യയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും നിർണായകമാകും. കോവിഡ് മഹാമാരിക്കിടയിലും PM ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലൂടെ 3 കോടി വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തിൽ ആവശ്യമനുസരിച്ച് 2 കോടി വീടുകൾ കൂടി അനുവദിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പുരപ്പുറ സൗരോർജ്ജവൽക്കരണത്തിലൂടെ 1 കോടി വീടുകൾക്ക് എല്ലാ മാസവും 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയും. വാടക വീടുകളിലും കോളനികളിലും മറ്റും താമസിക്കുന്ന അർഹരായ ഇടത്തരം ജനവിഭാഗങ്ങൾക്ക് വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ സഹായകമാകുന്ന പദ്ധതി കൊണ്ടുവരും. ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ മാറ്റമില്ലാതെ തുടരും. പുതിയ നികുതി നിർദ്ദേശങ്ങളും ഇടക്കാല ബജറ്റിലില്ല. ആദായ നികുതി പരിധി മാറ്റമില്ലാതെ തുടരും. As for tax proposals, in keeping with the convention, I do not propose to make any changes relating to taxation and propose to retain the same tax rates for direct and indirect taxes, including import duties. However, certain tax benefits to startups and investments made by sovereign wealth or pension funds, as also tax exemption on certain income of some IFSC units, are expiring on 31/3/2024. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആക്കം കൂടിയതായി ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വനിതാ സംരംഭകർക്കായി മുദ്ര യോജനയിലൂടെ 30 കോടി വായ്പകൾ നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു. പ്രവർത്തന മേഖലയിൽ സ്ത്രീ സാന്നിധ്യം കൂടി വരുന്നതും സ്ത്രീ ശാക്തീകരണത്തിന് ഉദാഹരണമാണ്. മാതൃശിശു പരിപാലനത്തിനായി വിവിധ പരിപാടികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നതായി ധനമന്ത്രി പറഞ്ഞു. അംഗൻവാടികളുടെ നവീകരണം, സക്ഷം അംഗൻവാടി, പോഷൻ 2.0 ദൗത്യം എന്നിവ ദ്രുതഗതിയിൽ നടപ്പിലാക്കും.
മിഷൻ ഇന്ദ്രധനുഷിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വികസിപ്പിച്ച യുവിൻ പ്ലാറ്റ്ഫോം പുറത്തിറക്കും. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനായുള്ള വാക്സിൻ 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കും. രാജ്യത്തെ IIT, IIM, എയിംസ് സർവകലാശാലകൾ എന്നിവയുടെ എണ്ണത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ വലിയ വർധനവുണ്ടായെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്കിൽ ഇന്ത്യ ദൌത്യത്തിലൂടെ 1.4 കോടി യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം ലഭ്യമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ചാലകശക്തിയാകാൻ 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വഴിവെച്ചു. PM മുദ്ര പദ്ധതിയിലൂടെ 43 കോടി ലോണുകൾ ലഭ്യമാക്കി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി തുടങ്ങിയവ യുവ സംരംഭകർക്ക് കൈത്താങ്ങേകി. യുവജനങ്ങളുടെ നേട്ടങ്ങളെ പരാമർശിക്കവേ കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പും ധനമന്ത്രി പരാമർശിച്ചു. ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ പാരാ ഗെയിംസ് എന്നിവയിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമുക്കായി. യുവ ചെസ് താരം പ്രഗ്യാനന്ദയുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് രാജ്യത്ത് 80-ലധികം ചെസ് ഗ്രാൻഡ് മാസ്റ്റർമാർ ഉണ്ടെന്നും വ്യക്തമാക്കി. Our prosperity depends on adequately equipping and empowering the youth. The National Education Policy 2020 is ushering the transformational reforms. The Skill India mission has trained 1.4 crore youth, upskilled and reskilled 54 lakh youth, and established 3,000 new ITIs. A large number of institutions of higher learning, namely 7 IITs, 16 triple ITs, 7 IIMs, 15 AIMS, and 390 universities have been set up. PM ഗതിശക്തിയുടെ ഭാഗമായി 3 സുപ്രധാന റെയിൽവേ സാമ്പത്തിക ഇടനാഴികൾ കൊണ്ടുവരും. ഇവ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കും. റെയിൽവേയിലെ 40,000 സാധാരണ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് കൊണ്ടുവരും. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ശക്തമായ ചുവടുവയ്പ് നടത്താനും അമൃതകാലത്തിന് അടിത്തറയിടാനും രാജ്യത്തിന് കഴിഞ്ഞുവെന്ന് ധനമന്ത്രി പറഞ്ഞു. PM ജൻധൻ അക്കൗണ്ടുകളിലൂടെ 34 ലക്ഷം കോടി രൂപയുടെ സഹായം നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ ജനങ്ങളിലേക്കെത്തി. 78 ലക്ഷത്തോളം വഴിയോര കച്ചവടക്കാർക്ക് PM സ്വനിധി പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 47.66 ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 26.02 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനം, കടമെടുപ്പ് ഇതര വരുമാനമായി 30.8 ലക്ഷം കോടി എന്നിവയും ബജറ്റ് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന 50 വർഷത്തെ പലിശരഹിത ആസ്തി വികസന വായ്പാ പദ്ധതി തുടരും. 1.3 ലക്ഷം കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തെ ധനക്കമ്മി 5.1% നിജപ്പെടുത്താനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത്. രാവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച ശേഷമാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി പാർലമെന്റിലെത്തിയത്. 11 മണിയോടെ ആരംഭിച്ച ബജറ്റ് അവതരണം 58 മിനിറ്റോളം നീണ്ടു. പഞ്ചസാരയ്ക്കുള്ള അന്ത്യോദയ അന്ന സബ്സിഡി 2 വർഷത്തേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മൃഗപരിപാലന അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടും 3 വർഷത്തേക്ക് കൂടി തുടരും. 29,610 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഉടമ്പടി സഹായകമാകും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. കേസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അതിനാൽ വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഗുണകരമായ മാറ്റങ്ങൾക്ക് വിധേയമായതായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2047 വികസിത ഭാരതം ലക്ഷ്യം. PM ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ, 3 പുതിയ റെയിൽവേ കോറിഡോറുകൾ, സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനായി പ്രത്യേക വാക്സിൻ, 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിൽ മാറ്റമില്ല. പുതിയ നികുതി നിർദ്ദേശങ്ങളുമില്ല. ആദായ നികുതി പരിധിയിൽ മാറ്റമില്ല. അടുത്ത സാമ്പത്തിക വർഷത്തെ ധനക്കമ്മി 5.1% നിജപ്പെടുത്താനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. പഞ്ചസാരയ്ക്കുള്ള അന്ത്യോദയ അന്ന സബ്സിഡി 2 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.